ബംഗളൂരു ദുരന്തത്തിൽ സർക്കാർ മജിസ്റ്റീരിയൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 15 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. ഇതിന്റെയൊക്കെ വിശദാംശങ്ങളുമായി ഐശ്വര്യ ചേരുന്നുണ്ട്. ഐശ്വര്യ, സന്തോഷ കാഴ്ചയാണ് പിന്നീട് സങ്കടത്തിലേക്ക് മാറിയത് എന്നുള്ളതാണ്. 11 മരണം, 50 പേർക്ക് പരിക്കേറ്റ സാഹചര്യം. സർക്കാർ ഇപ്പോൾ മജിസ്റ്റീരിയൽ അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 15 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഒപ്പം ഈ 50 പേർക്ക് പരിക്കേറ്റിരുന്നു. അവരുടെ പരിക്ക് ഗുരുതരമായിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇവരെയൊക്കെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരുടെയൊക്കെയുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? പരിക്കുകൾ ഒക്കെ എത്രത്തോളം ഗുരുതരമാണ്? അത്തരത്തിലുള്ള വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? ഒപ്പം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി. അശ്വതി, ഇന്നലെ ഈ സമയം RCB വിജയത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടിരുന്നത്. വളരെ സന്തോഷകരമായ ഒരു കാഴ്ച. എന്നാൽ ആ ഒരു സന്തോഷത്തിന് 24 മണിക്കൂർ ആയുസ് ഉണ്ടായില്ല എന്ന് വേണം പറയാൻ. കാരണം ഈ ഒരു താരങ്ങളെ സ്വീകരിക്കാനായി നടത്തിയ ഒരു ചടങ്ങിലേക്ക് വലിയൊരു സന്തോഷിക്കേണ്ട ഒരു ചടങ്ങിൽ വലിയൊരു ദുരന്തമാണ് വന്നെത്തിയിരിക്കുന്നത്. അതിന് മറ്റാരുമല്ല, ഈ ജനങ്ങളും അതുപോലെ തന്നെ സർക്കാരും തന്നെയാണ് കാരണക്കാർ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാരണം ഈ ചിന്നസ്വാമി സ്റ്റേഡിയം എന്ന് പറയുന്നത് 35,000 ആളുകൾക്ക് ഇരിപ്പിടത്തിന് സൗകര്യമുള്ള സ്റ്റേഡിയമാണ്. അവിടെ എത്തിയത് ഇന്ന് 3 ലക്ഷത്തിലധികം ആളുകളാണ് തങ്ങളുടെ പ്രിയ താരങ്ങളെ കാണാനായിട്ട് അവിടെ എത്തി. ആ ഒരു സ്റ്റേഡിയത്തിനകത്ത് മാത്രം കയറിയത് 3 ലക്ഷം ആളുകളാണ്. കൂടാതെ ഈ പുറത്ത് ഈ വിധാൻ സൗദയ്ക്ക് ചുറ്റും തിങ്ങിക്കൂടിയത് 2 ലക്ഷം ആളുകളാണ്. അതായത് ഈ ഒരു സംഭവത്തിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് പോലും വേണ്ടത്ര സുരക്ഷ ഒരുക്കിയില്ല എന്നുള്ളതാണ്. അതാണ് ഇതിലെ വസ്തുത എന്ന് പറയുന്നത്. ഇത്രയും ജനങ്ങളെ നിയന്ത്രിക്കാനായി ആകെ ഉണ്ടായിരുന്നത് വെറും 5000 പോലീസുകാർ മാത്രമായിരുന്നു. ഈ താരങ്ങൾ തിരിച്ച് ബംഗളൂരുവിലേക്ക് എത്തുന്ന സമയം ഇവർക്ക് വിധാൻ സൗദയിൽ ഒരു സ്വീകരണ ചടങ്ങ് ഏർപ്പെടുത്തിയിരുന്നു. ഈ ഒരു സ്വീകരണ ചടങ്ങ് കഴിയുന്ന മുറയ്ക്ക് 10 മിനിറ്റ് മാത്രമായിരുന്നു ഈ വിധാൻ സൗദയിൽ ഈ ഒരു ചടങ്ങ് ഉണ്ടായിരുന്നത്. അതിനുശേഷം വിധാൻ സൗദയിൽ നിന്നും ഈ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് ഒരു വിക്ടറി പരേഡ് അറേഞ്ച് ചെയ്തിരുന്നു. ഇത് RCB മാനേജ്മെൻ്റ് ആണ് ഈ ഒരു വിക്ടറി പരേഡിന് വേണ്ടിയിട്ട് അനുമതി തേടിയിരുന്നത്. പക്ഷേ ഇതിന് അനുമതി ലഭിക്കുന്നത് 3 മണിക്ക് മാത്രമാണ്. ഇന്ന് വൈകിട്ട് 3 മണിക്ക് മാത്രമാണ് അനുമതി ലഭിക്കുന്നത്. കാരണം സുരക്ഷാ കാരണങ്ങളും അതുപോലെ തന്നെ ബംഗളൂരു പോലെ അത്ര തിരക്കുള്ള നഗരത്തിൽ ഇത്തരത്തിലൊരു വിക്ടറി പരേഡ് നടത്തിയാൽ എങ്ങനെ ശരിയാകും എന്നുള്ള ഒരു നിഗമനത്തിൽ ആദ്യം ട്രാഫിക് പോലീസ് ഇതിന് അനുമതി നൽകിയിരുന്നില്ല. പക്ഷേ ഈ ഒരു RCB മാനേജ്മെൻറ്റിൻ്റെ ഈ സമ്മർദ്ദ ഫലമായും കൂടാതെ ഈ ഒരു താരങ്ങൾ 18 വർഷത്തിന് ശേഷം കപ്പ് കൊണ്ടുവരുന്നു, അത്തരത്തിലുള്ളൊരു സന്തോഷവും മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാർ അവസാന നിമിഷമാണ് ഈ ഒരു വിക്ടറി പരേഡ് നടത്താനായി അനുമതി കൊടുക്കുകയുണ്ടായത്. അപ്പോൾ ഈ ഒരു അഭ്യൂഹങ്ങൾക്കെല്ലാം വിരാമം ഇട്ടുകൊണ്ട് വിക്ടറി പരേഡ് നടത്തുകയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ബംഗളൂരുവിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജനങ്ങളെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. നമുക്കറിയാം, ബംഗളൂരു എന്ന് പറയുന്നത് 1,14,00,000-ലധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. നിരവധി IT കമ്പനികൾക്കുള്ളൊരു ഏരിയ. അതുകൊണ്ട് തന്നെ ഈ ഒരു വിക്ടറി പരേഡിൻ്റെ ഭാഗമായി ഉച്ചയ്ക്ക് ശേഷം മിക്ക കമ്പനികളും അവധി പ്രഖ്യാപിക്കുകയും ഈ ഒരു നമ്മുടെ ഇഷ്ടതാരങ്ങളെ കാണുക എന്ന അവരുടെ ആഗ്രഹം മുന്നിൽ നിർത്തിക്കൊണ്ട് എല്ലാവരും ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുകയും ചെയ്തു. പക്ഷേ ഇത് സർക്കാർ ഇത് മുന്നിൽ കണ്ടില്ല. ഇത്രയും വലിയൊരു അപകടം ഉണ്ടാകും അല്ലെങ്കിൽ ഇത്ര ഒരു തിക്കും തിരക്കും ഉണ്ടാകും എന്നുള്ള സർക്കാർ ഈ മുന്നിൽ കണ്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ജനങ്ങളെല്ലാം ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയത് വിധാൻ സൗദയിൽ നിന്നും ഈ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്കുള്ള ഈ ഒരു വിക്ടറി പരേഡ് അവസാന നിമിഷം ഒഴിവാക്കുകയായിരുന്നു. കാരണം മഴയുണ്ടായിരുന്നു ആ സമയം. അപ്പോൾ ഈ ഒരു വിക്ടറി പരേഡ് ഒഴിവാക്കി എന്നറിഞ്ഞ സമയത്ത് ഈ താരങ്ങളൊക്കെയും സ്റ്റേഡിയത്തിലേക്ക് എത്തുകയും ചെയ്തു. ബാക്കി 2 ലക്ഷം ആളുകൾ വിധാൻ സൗദയ്ക്ക് പുറത്തും നിൽക്കുന്നൊരു കാഴ്ചയായിരുന്നു. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഈ ആളുകളെല്ലാം കൂടി തന്നെ ഈ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് എത്തിയപ്പോഴായിരുന്നു വലിയൊരു അപകടം ഉണ്ടായത്. പക്ഷേ ഈ ഒരു അപകടം ഉണ്ടായ സമയത്തും അകത്ത് ഈ താരങ്ങളൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള ആഘോഷത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ സർക്കാർ ഈ ഒരു അപകടം തങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് സമ്മതിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷം വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ സർക്കാർ 10 ലക്ഷം രൂപ അടിയന്തര ധനസഹായമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൂടാതെ ഒരു മജിസ്റ്റീരിയൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആരുടെ ഭാഗത്താണ് തെറ്റ്, എവിടെയാണ് പിഴച്ചത് എന്ന് കണ്ടെത്താൻ ഒരു മജിസ്റ്റീരിയൽ അന്വേഷണം 15 ദിവസത്തിനകം ഈ ഒരു അന്വേഷണ റിപ്പോർട്ട് കൈമാറണമെന്നും സർക്കാർ പറഞ്ഞിട്ടുണ്ട്.